രൺവീർ സിംഗ് നായകനായ ആദിത്യ ധർ സംവിധാനം ചെയ്ത ധുരന്ധർ 2 ദി റിവെഞ്ച് യഥാർത്ഥ കഥയാണെന്ന് ചർച്ച നടക്കുന്നുണ്ട്. സിനിമയിൽ പ്രതിപാദിക്കുന്ന വില്ലന്മാർ യഥാർത്ഥ ആളുകളുടെ കഥയിൽ നിന്ന് സ്വാധീനിക്കപ്പെട്ട് നിർമ്മിക്കപ്പെട്ടതാണ്. അതൊക്കെ സംസാരിക്കുന്നതിന് മുമ്പ് ഈ സിനിമ പൂർണ്ണമായും യഥാർത്ഥ കഥയാണെന്ന ചോദ്യത്തിനുള്ള ഉത്തരമുണ്ട്. ഇതൊരു പ്രത്യേക ഓപ്പറേഷനെ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതല്ല, പകരം ഇന്ത്യയുടെ സമീപകാല ചരിത്രത്തിലെ നിർണായകമായ രാഷ്ട്രീയ സൈനിക സംഭവങ്ങളെയും പാകിസ്ഥാൻ കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകളെയും അധോലോക നായകന്മാരെയും കോർത്തിണക്കി ഹംസ എന്ന സാങ്കല്പിക കഥാപാത്രത്തിലൂടെ ആവിഷ്കരിച്ച ഒരു സ്പൈ ത്രില്ലറാണ് ഈ ചിത്രം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഇതിന്റെ സ്വഭാവം വ്യക്തമാക്കുന്ന ഡിസ്ക്ലെയിമറിൽ ഈ സിനിമ ഒരു ഡോക്യുമെന്ററി അല്ല, ചരിത്രപരമായ വസ്തുതകളുടെയും സംഭവങ്ങളുടെയും കൃത്യമായ ചിത്രീകരണമായി ഇതിനെ കണക്കാക്കരുതെന്നും സിനിമാറ്റിക്കായ ആവശ്യങ്ങൾക്കായി ചില കഥാപാത്രങ്ങൾ, സ്ഥാപനങ്ങൾ, സംഭാഷണങ്ങൾ, സംഭവങ്ങൾ എന്നിവ ഭാവനാത്മകമായും നാടകീയമായും ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നാണ് സിനിമയുടെ പിന്നണി പ്രവർത്തകർ പറയുന്നത്. ഇനി അതോടെ നിൽക്കട്ടെ, യഥാർത്ഥ വില്ലന്മാരെയും സിനിമയിലെ വില്ലന്മാരും ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന് ഇലിയാസ് കശ്മീരിയാണ്. മേജർ ഇക്ബാൽ, അർജുൻ രാംപാൽ അവതരിപ്പിക്കുന്ന മേജർ ഇക്ബാൽ എന്ന കഥാപാത്രം ലോകം കണ്ട ഏറ്റവും അപകടകാരികളായ ഭീകരവാദികളിൽ ഒരാളായ ഇലിയാസ് കശ്മീരിയെ മുൻനിർത്തിയുള്ളതാണ്. പാകിസ്ഥാൻ സൈന്യത്തിലെ മുൻ കമാൻഡോ ആയിരുന്ന ഇയാൾ പിന്നീട് അൽ ഖ്വയ്ദയുമായും ഹർക്കത്തുൽ ജിഹാദ് അൽ ഇസ്ലാമിയുമായൊക്കെ ചേർന്ന് പ്രവർത്തിച്ചു. 2008 മുംബൈ ഭീകരാക്രമണത്തിന്റെ ആസൂത്രണത്തിൽ ഇയാൾക്ക് വലിയ പങ്കുണ്ടെന്ന് കരുതപ്പെടുന്നു. 313 ബ്രിഗേഡ് എന്ന പേരിൽ ഒരു പ്രത്യേക വിഭാഗം തന്നെ ഇയാൾ നടത്തിയിരുന്നു. 2011 ഒരു US ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു. ദാവൂദ് ഇബ്രാഹിം, ബഡേ സാഹിബ് എന്നൊരു കഥാപാത്രം ഡാനിഷ് ഇക്ബാൽ സിനിമയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇന്ത്യ ഏറ്റവും കൂടുതൽ തിരിയുന്ന പിടികിട്ടാപ്പുള്ളിയായ ദാവൂദ് ഇബ്രാഹിമിനെയാണ് ബഡേ സാഹിബ് എന്ന കഥാപാത്രം പ്രതിനിധീകരിക്കുന്നത്. മുംബൈ അധോലോകത്തിന്റെ രാജാവായിരുന്ന ദാവൂദ് ഡി കമ്പനി എന്ന അന്താരാഷ്ട്ര ക്രൈം സിൻഡിക്കേറ്റിന്റെ തലവനാണ്. 1993 മുംബൈ സ്ഫോടന പരമ്പരയുടെ മുഖ്യ സൂത്രധാരനും ഇയാളാണ്. നിലവിൽ പാകിസ്ഥാനിലെ കറാച്ചിയിൽ ഒളിവിൽ കഴിയുന്നതായി കരുതപ്പെടുന്ന ആയുധക്കടത്ത്, ലഹരിമരുന്ന് വ്യാപാരം, വ്യാജ കറൻസി തുടങ്ങിയ മേഖലകളിൽ ഇയാളുടെ സ്വാധീനം വളരെ വലുതാണ്. സഞ്ജയ് ദത്ത് അവതരിപ്പിച്ച SP ചൗധരി അസ്ലമാണ് മറ്റൊരാൾ. ചൗധരി അസ്ലം ഖാൻ എന്നൊരു റിയൽ കഥാപാത്രത്തിൽ നിന്നും സ്വാധീനിക്കപ്പെട്ടാണ് ഈ കഥാപാത്രം നിർമ്മിച്ചിരിക്കുന്നത്. കറാച്ചിയിലെ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് എന്നാണ് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. കറാച്ചി പോലീസിലെ CID വിഭാഗം മേധാവിയായിരുന്നു. അധോലോകത്തെയും തീവ്രവാദികളെയും അടിച്ചമർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. 2014 താലിബാൻ നടത്തിയ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു. കറാച്ചിയിലെ ഗുണ്ടാ നേതാക്കൾ വലിയൊരു പേടി സ്വപ്നമായിരുന്നു. എന്നാൽ ഇയാളെ വളരെ പെട്ടെന്ന് പർച്ചേസ് ചെയ്യാനും എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ നീതിയൊന്നും നോക്കാത്ത ഒരു വ്യക്തിയുമായിരുന്നു. ഉസൈർ ജാൻ ബലോച്ച്, ഡാനിഷ് പണ്ടർ അവതരിപ്പിച്ച ഉസൈർ ബലോച്ച് എന്ന കഥാപാത്രം കറാച്ചിയിലെ ലിയാരി പ്രദേശം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഗുണ്ടാത്തലവനായിരുന്നു. പീപ്പിൾസ് അമൻ കമ്മിറ്റി എന്ന സംഘടനയുടെ തലവനായിരുന്നു. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഇയാൾ ഒരു സമാന്തര ഭരണകൂടം തന്നെ ലിയാരിയിൽ നടത്തിയിരുന്നു. കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ, ചാരപ്രവൃത്തി തുടങ്ങി നിരവധി കേസുകൾ ഇയാൾ നിലവിൽ ജയിലിലാണ്. ഇറാന് വേണ്ടി ചാരപ്പണി ചെയ്തു എന്ന ഗുരുതരമായ ആരോപണവും ഇയാൾ നേരിടുന്നുണ്ട്. അക്ഷയ് ഖാൻ അവതരിപ്പിച്ച റഹ്മാൻ ചാക്കേറ്റ് ലിയാരിയിലെ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവായ അബ്ദുൾ റഹ്മാൻ ബലോച്ചിനെ ആസ്പദമാക്കിയുള്ളതാണ്. ലിയാരിയിലെ ചേരി പ്രദേശങ്ങളിൽ റോബിൻഹുഡ് ഇമേജ് നിലനിർത്തിയിരുന്ന ഇയാൾ ലഹരിമരുന്ന് കടത്ത്, കൊലപാതകങ്ങൾ അതൊക്കെയായിരുന്നു പ്രധാന വരുമാന മാർഗമായി ഉപയോഗിച്ചിരുന്നത്. 2009 ചൗധരി അസ്ലം ഖാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവുമായുള്ള ഏറ്റുമുട്ടലിൽ ഇയാൾ കൊല്ലപ്പെട്ടു. അങ്കിത് സാഗർ അവതരിപ്പിച്ച ജാവേദ് ഖനാനി എന്ന കഥാപാത്രം രാജ്യാന്തര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട കള്ളപ്പണ ഇടപാടുകാരന്റെ യഥാർത്ഥ ജീവിതത്തിൽ നിന്നുള്ളതാണ്. ഖനാനി ആൻഡ് കാലി എന്ന മണി എക്സ്ചേഞ്ച് വഴി ലോകമെമ്പാടുമുള്ള തീവ്രവാദ സംഘടനകൾക്ക്, ഐസിസ് ബാങ്കർ എന്നൊക്കെയാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നത്, തീവ്രവാദ സംഘടനകൾക്കും ലഹരി മാഫിയകൾക്കും ഇയാൾ പണം എത്തിച്ചു കൊടുത്തിരുന്നു. 2016 കറാച്ചിയിൽ പണി നടന്നുകൊണ്ടിരുന്ന ഒരു കെട്ടിടത്തിൽ നിന്നും വീണ് നിഗൂഢമായ സാഹചര്യത്തിൽ ഇയാൾ മരിച്ചു. ഇയാളുടെ മരണം ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ എന്നും വ്യക്തമല്ല. ധുരന്ധർ 2 എന്നത് ചരിത്രത്തെ അതേപടി പകർത്തുന്ന ചിത്രമൊന്നുമല്ല, മറിച്ച് ചരിത്രപരമായ സംഭവങ്ങളെ ഒരു സിനിമാറ്റിക് ആവിഷ്കാരമായി എന്ത് ചെയ്യുകയാണ്, വീണ്ടും പല സാഹചര്യങ്ങളിൽ നിന്നുള്ള പല കഥാപാത്രങ്ങളെ ഒരു സിനിമയുടെ ട്രാക്കിലേക്ക് കൊണ്ടുവരികയാണ്. ഹംസ എന്ന നായകന്റെ യാത്രയിലൂടെ സമകാലിക ഇന്ത്യയിലെ പല രാഷ്ട്രീയ സൈനിക നീക്കങ്ങളെയും കോർത്തിണക്കി നിരവധി കഥാപാത്രങ്ങളിൽ നിന്നും സ്വാധീനിക്കപ്പെട്ടുള്ള കഥാപാത്ര നിർമ്മിതിയിലൂടെയാണ് സംവിധായകൻ ധുരന്ധർ എന്ന ക്രാഫ്റ്റ് നിർമ്മിച്ചിരിക്കുന്നത്. വില്ലന്മാരും മറ്റ് കഥാപാത്രങ്ങളും യഥാർത്ഥ വ്യക്തികളോട് സാമ്യം പുലർത്തുന്നുണ്ടെങ്കിലും അവയെല്ലാം ഒരു സാങ്കല്പിക ചട്ടക്കൂടിലാണ് സിനിമയിൽ അവതരിപ്പിക്കുന്നത്.